അസർബൈജാൻ എയർലൈൻസ് വിമാന ദുരന്തം മരിച്ചവരുടെ എണ്ണം 38ആയി. UAE അനുശോചനം അറിയിച്ചു. ഇന്നലെ കസക്കിസ്ഥാനിൽ തകർന്നു വീണ അസർബൈജാൻ യാത്രാവിമാനത്തിലുണ്ടായിരുന്ന 67 പേരിൽ 38 പേരാണ് മരിച്ചത്. 29 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സംഭവത്തിൽ UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർ ചെയർമാനുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരാണ് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവിന് അനുശോചന സന്ദേശം അയച്ചത്. ദുബായിൽ താമസയിടങ്ങളിൽ ഇനി 24 മണിക്കൂറും പോലീസ് നിരീക്ഷണം. ദുബായ് പോലീസ് ഇത്തിസലാത്തുമായി സഹകരിച്ച് 24 മണിക്കൂറും ഹോം പ്രൊട്ടക്ഷൻ ഉറപ്പു നൽകുന്ന നൂതന സ്മാർട്ട് ഹോം സുരക്ഷാ സംവിധാനമാണ് ഒരുക്കുന്നത്. ഈ സംവിധാനം ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ സ്മാർട്ട് സെൻസറുകളും ക്യാമറകളും സംശയാസ്പദമായ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നതായി കണ്ടാൽ ഉടൻ അത് പരിശോധിച്ച് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പോലീസിൽ അറിയിക്കുന്നതായിരിക്കും. ഈ പാക്കേജ് വാങ്ങുന്നതിന് ദുബായ് പോലീസിന്റെ ഔദ്യോഗിക ഹോം സെക്യൂരിറ്റി വെബ്സൈറ്റായ homesecurity.dubaipolice.government.ae എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകളിൽ ഹാൻഡ് ബാഗേജ് നിയന്ത്രണം. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയും സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സും നടപ്പാക്കിയ പുതിയ ഹാൻഡ് ബാഗേജ് നിയന്ത്രണമനുസരിച്ച് ആഭ്യന്തര വിമാനങ്ങളിലോ അന്തർദേശീയ വിമാനങ്ങളിലോ യാത്രക്കാർക്ക് ഒരു ക്യാബിൻ ബാഗ് മാത്രമേ ഇനി മുതൽ കൊണ്ടുപോകാൻ അനുമതിയുള്ളൂ. ഇതുതന്നെ ഇക്കണോമി, പ്രീമിയം ഇക്കണോമി ക്ലാസുകളിലെ യാത്രക്കാരുടെ ബാഗേജിന്റെ ഭാരം 7 കിലോയിൽ കൂടാൻ പാടില്ല. ബിസിനസ് ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്ക് ഇത് 10 കിലോ വരെയാകാം. ബാഗേജിന്റെ വലിപ്പം ഉയരം 55 സെന്റിമീറ്റർ, നീളം 40 സെന്റിമീറ്റർ, വീതി 20 സെന്റിമീറ്റർ എന്നിവയിൽ കൂടാൻ പാടില്ലെന്നതും നിർബന്ധമാണ്. ദുബായിൽ വരുന്ന വർഷം വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ വർധന. ടേം 2ലേക്കുള്ള പ്രവേശനത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് അപേക്ഷകരുടെ എണ്ണത്തിൽ 40% വരെ വർധനവുണ്ടാകാമെന്നാണ് വിലയിരുത്തൽ. മറ്റ് എമിറേറ്റുകളിൽ നിന്ന് ദുബൈയിലേക്ക് മാറി താമസിക്കുന്ന കുടുംബങ്ങളുടെ എണ്ണം കൂടുന്നതും ലോകോത്തര വിദ്യാഭ്യാസത്തിന്റെ ആഗോള കേന്ദ്രമായി ദുബൈയും അബുദാബിയും മറ്റും മാറുന്നതുമാണ് അപേക്ഷകരുടെ എണ്ണം കൂടുന്നതിന് കാരണമാകുന്നത്. ഇത് കണക്കിലെടുത്ത് രക്ഷിതാക്കൾ നേരത്തെ തന്നെ കുട്ടികളുടെ വിദ്യാലയങ്ങൾ തെരഞ്ഞെടുത്ത് അപേക്ഷകൾ സമർപ്പിക്കുന്നത് ഉചിതമായിരിക്കുമെന്നും വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നു. ഒമാനിൽ മഴ കനക്കുന്നു. മസ്കറ്റിലെ പല വിദ്യാലയങ്ങളിലും ഇന്ന് ഓൺലൈൻ ക്ലാസ്. രാജ്യത്തുടനീളം മഴ കനക്കുന്ന സാഹചര്യത്തിലാണ് കുട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് വരേണ്ടതില്ലെന്ന് അധികൃതർ അറിയിച്ചത്. നാളെയും മഴ തുടരുമെന്നും പലയിടങ്ങളിലും കനത്ത കാറ്റടിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിരമാലകൾ ഉയരാൻ സാധ്യതയുള്ളതിനാൽ തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കുവൈറ്റിൽ നടക്കുന്ന അറേബ്യൻ ഗൾഫ് കപ്പ് സൗദി അറേബ്യ യമനെ 2-നെതിരെ 3 ഗോളുകൾക്കും ബഹ്റൈൻ ഇറാഖിനെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കും പരാജയപ്പെടുത്തി. ഇന്ന് കളിയില്ല. നാളെ UAE ഒമാനുമായും കുവൈറ്റ് ഖത്തറുമായും ഏറ്റുമുട്ടും. പോയിന്റ് പട്ടികയിൽ ഗ്രൂപ്പ് എയിൽ ഇപ്പോൾ 4 പോയിന്റുകൾ വീതം നേടി ഒമാനും കുവൈറ്റുമാണ് മുന്നിൽ. ഗ്രൂപ്പ് ബിയിൽ 6 പോയിന്റുമായി ബഹ്റൈൻ 1ാം സ്ഥാനത്താണ്. ഖത്തറിലെ ദോഹയിൽ നടക്കുന്ന ചാലിയാർ കപ്പ് സീസൺ 4ന്റെ ഫൈനൽ നാളെ. 2ാം സെമി ഫൈനൽ മത്സരത്തിൽ ചാലിയാർ ദോഹ സ്ഥാപക പ്രസിഡന്റ് മഷൂദ്, അബ്ദുറഹ്മാൻ ഹാജി തുടങ്ങിയവർ കളിക്കാരെ പരിചയപ്പെട്ടു.